ഹലോ മക്കളെ, ഇത് സാറാണ്. അപ്പോൾ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് പോയിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതാ ആയിട്ടുണ്ട്. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഓണം എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിതാ +1 എത്തിയിട്ട് നിങ്ങൾ ആദ്യത്തെ എക്സാമാണ് ആദ്യത്തെ എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. +1 എക്സാം, +1 +2 എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ മക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്ന ഈ ഒരു ടൈം, ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താക്കണം, എക്സാമിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. റെഡി? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ടൈമിൽ പഠിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പറഞ്ഞുതരാം. ഒരു 4 പോയിന്റ്സ് അത്രേ ഉള്ളൂ. റെഡി? അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ ആദ്യത്തെ എക്സാം ആണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഈ ആദ്യത്തെ എക്സാം എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു, അല്ലെങ്കിൽ ഇതിന് നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നു എന്നത് റിലേറ്റ് ചെയ്തായിരിക്കും ഈ വർഷം ഇനി മക്കൾ മുന്നോട്ട് പോവുക. കാരണം ഈ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാൻ പറ്റും. യെസ്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, എന്താണ് ഞാൻ മാറ്റേണ്ടത്. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് ഈ ഒരു എക്സാമോടെ മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി മക്കൾ പ്രിപ്പയർ ചെയ്യേണ്ടതും ഈ ഒരു എക്സാമിന് നമുക്ക് കിട്ടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒക്കെ എന്തായിരിക്കണം, അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ, നല്ല മാർക്ക് തന്നെ കിട്ടണം. നന്നായിട്ട് തന്നെ മക്കൾ എന്താക്കണം, പഠിക്കുകയും വേണം. അപ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ പോവാം. യെസ്, ആദ്യത്തെ പോയിന്റിലേക്ക് 4 പോയിന്റ്സ് ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ പോകാം. അതിൽ ഒന്നാമത് മക്കൾ എന്താ, സിലബസ് കംപ്ലീറ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഈ ടൈമിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചെയ്തതാണ് വീഡിയോ ഏതെല്ലാം സബ്ജക്റ്റിലെ ഏതെല്ലാം ചാപ്റ്ററുകളാണ് നമുക്ക് ഓണം എക്സാമിന് ഉണ്ടാവുക എന്നുള്ളത്. അത് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കണം. കാരണം പലർക്കും അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, അത് അറിയാതെയാണ് പലരും എന്താക്കുന്നത്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കും എടുത്തു കഴിഞ്ഞ എല്ലാ ചാപ്റ്ററും ഉണ്ട് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, എല്ലാ ചാപ്റ്ററുകളും ഇല്ല. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം സിലബസുകളാണ്, ഏതെല്ലാം ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റൂ, എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. റെഡി? അതിനനുസരിച്ച് വേണം നമ്മളിത് അടുത്ത പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റഡി പ്ലാനാണ്. റെഡി? സ്റ്റഡി പ്ലാനാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മന്ത് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു എക്സാം ആവുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താവശ്യമുണ്ട്, ഒരു പ്ലാൻ അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളിപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് വന്ന കുട്ടികളല്ലേ, നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനുകളൊക്കെ വെച്ചിട്ടല്ലേ പഠിച്ചത്. അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താ പ്ലാൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം പഠിക്കേണ്ടതുണ്ട്. സാർ അത് അവിടെ പറഞ്ഞു, എന്താ സിലബസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും എത്രത്തോളം ഉണ്ട്, ഓരോ സബ്ജക്റ്റിലും എത്രത്തോളം പഠിക്കാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലാൻ സെറ്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ്, അക്കൗണ്ടൻസിക്ക് നല്ല ടൈം വേണ്ടി വരും. അതിനനുസരിച്ച് അക്കൗണ്ടൻസി പ്രിപ്പയർ ചെയ്യാം. റെഡി? ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററിനും കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, പഠിക്കുക നന്നായിട്ട് തന്നെ. റെഡി? നന്നായിട്ട് തന്നെ പഠിക്കണം. നമുക്കത് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ വീക്കിലി പ്ലാനുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ വീക്കിലി പ്ലാനുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ പലർക്കും എന്തുണ്ടാവും, ബാക്ക്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യെസ്, ബാക്ക്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താക്കാം, ഒരു പ്ലാൻ സെറ്റ് ചെയ്യാം. തീർക്കേണ്ടതനുസരിച്ച് തീർക്കാം. പിന്നെ അല്ലെങ്കിൽ നന്നായിട്ട് നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ചാപ്റ്ററുകൾ, പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താക്കാം, ഒരു പ്ലാൻ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്താക്കണം, നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്താണ്, നമ്മൾ ഓരോ സബ്ജക്റ്റുകളിലെ എത്ര ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. റെഡി? അതിലേതെല്ലാം നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഏതെല്ലാമാണ് നിങ്ങൾക്ക് ഇനി പെൻഡിങ് ഉള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എക്സാം ആവുന്നത് വരെ അത്യാവശ്യമാണ് ആ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണം. രണ്ടാമത്തെ കാര്യമാണ്. റെഡി? ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം സാറ് മുൻപ് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടൻസിൻ്റെ ക്ലാസ്സിലൊക്കെ എന്താണ്, നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഒക്കെ തിയറി ഒക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എഴുതി ശീലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ പെട്ടെന്ന് എഴുതി തീർക്കണം, അല്ലെങ്കിൽ ഓരോന്നിനും എത്ര ടൈം വേണം എന്നൊക്കെയുള്ള. പക്ഷേ അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അങ്ങനെയല്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസറിൽ എത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾ എത്ര പെട്ടെന്ന് എഴുതി തീർക്കണം എന്നുള്ളത് നോക്കാം. റെഡി? അപ്പോൾ അക്കൗണ്ടൻസിന്റെ കേസിൽ എന്താണ്, ചിലപ്പോൾ ചെറിയ പ്രോബ്ലം തന്നെ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും, കുറേ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യാണ്ടാവും അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് സാറ് മുൻപ് പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്ററൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എന്താക്കുക, ഫെമിലിയർ ആക്കുക. ഓക്കെ,
നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആവണം, കാൽക്കുലേറ്റർ ഒക്കെ ഫെമിലിയർ ആവണം. അതേപോലെ തന്നെ എന്തുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസ്, ഓക്കെ, ഓരോ പ്രോബ്ലംസും എന്ത് വേണം, ഓരോ പ്രോബ്ലംസും നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിരിക്കണം. നമുക്കറിയാം ഏതൊരു കാര്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, അത് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്പീഡപ്പ് ആവുള്ളൂ നമ്മളതിൽ. സോ അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസിന്റെ കേസും. നമ്മുടെ പ്രോബ്ലം എന്താക്കണം, നമ്മൾ നന്നായിട്ട് തന്നെ ചെയ്ത് നമ്മളതിന് സ്പീഡാവണം, നല്ല രീതിയിൽ സ്പീഡാവണം. അങ്ങനെ സ്പീഡായി കഴിഞ്ഞാൽ മാത്രമേ മക്കളെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ടൈം മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ എന്താണ് എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. നിങ്ങൾ എഴുതി എത്തുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താക്കേണ്ടി വരും, എഴുതാൻ പറ്റാതെ സ്കിപ്പ് ചെയ്യേണ്ടി വരും. റെഡി, മാർക്ക് പോവുകയുള്ളൂ. അക്കൗണ്ടൻസി ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. റെഡി, അപ്പോൾ മറക്കണ്ട, നമ്മൾ ഈ കാൽക്കുലേറ്ററിന്റെ കേസ് ആയാലും കാൽക്കുലേറ്ററൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് യൂസ് ചെയ്ത് പഠിക്കുക. അതിന് അതേപോലെ എന്താണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലിരുന്ന് ചെയ്യുക. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല, വീണ്ടും എടുത്ത് ചെയ്യുക. ആ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റർ ഒക്കെ ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, നിർബന്ധമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം. റെഡി, അത് ഇപ്പോഴേ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് എത്താൻ പറ്റുള്ളൂ, ആ ഒരു സ്പീഡിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് നിർബന്ധമായിട്ടും മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണ്. പിന്നെ ലാസ്റ്റ് ഡൗട്ട് ക്ലിയറിംഗ് ആണ്, നിർബന്ധമായിട്ടും ചെയ്യാം. ക്ലിയർ ചെയ്തോളാം ഈച്ച് ആൻഡ് എവരി പാർട്ട്. ഓക്കെ, ഒരു സബ്ജക്റ്റിലെ ഒരു ചാപ്റ്ററിലെ ഈച്ച് ആൻഡ് എവരി പാർട്ട് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർത്തോളാം, കംപ്ലീറ്റ് ചെയ്തോളാം. നിങ്ങൾക്ക് എന്താണ് പലർക്കും ഉള്ള കാര്യമാണ്, മടിയായിരിക്കും പലർക്കും അല്ലെ ഡൗട്ട് ചോദിക്കുക, എങ്ങനെയാ ചോദിക്കുക, അല്ലെങ്കിൽ എന്താ ചോദിച്ച കാര്യങ്ങൾ തന്നെ പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സാർ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തൽക്കാലം ഒപ്പിച്ച് വിടും അല്ലെ. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഉണ്ടാവും, വീണ്ടും ചോദിക്കാൻ മടി. അങ്ങനത്തെ കാര്യങ്ങളൊന്നും മക്കൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഫോളോ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് പഠിക്കേണ്ടത്, നിങ്ങൾക്കാണ് മാർക്ക് വേണ്ടത്. സോ ഡൗട്ട് ക്ലിയറിങ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പം നമ്മൾ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലെ ഓരോ സബ്ജക്റ്റിൻ്റെയും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈം ടേബിൾ ഉണ്ടാകുമല്ലോ, നമുക്ക് ഇന്നത്തെ ദിവസം വൺ ഷോട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, സാർ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ആ ഒരു വൺ ഷോട്ടിന് വരുമ്പോൾ നമ്മളെ ബാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് അതെ എന്താ യൂട്യൂബ് ആണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ ലൈവിനൊക്കെ വരുന്ന സമയത്ത് എന്താക്കുക, ആ ഒരു സബ്ജക്റ്റിലെ ആ ഒരു ചാപ്റ്ററിലെ എന്തെല്ലാം കാര്യങ്ങളാണ് മക്കൾക്ക് ഡൗട്ട് ഉള്ളത് അത് സെറ്റ് ചെയ്തിട്ട് വരിക. മക്കൾ ഏതെങ്കിലും പേജിൽ അങ്ങനെ എഴുതി വെച്ചിട്ട് വരിക. എന്നിട്ട് നമ്മളോട് ചോദിക്കാമല്ലോ ലൈവിന്, നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ, നമ്മൾ പറഞ്ഞു തരും, എത്ര വേണമെങ്കിലും പറഞ്ഞു തരും. ഓക്കെ, ബാച്ചിലൊക്കെ നമ്മൾ അത്രത്തോളം റിപ്പീറ്റ് ചെയ്ത് പറയാറില്ല ഓരോ കാര്യങ്ങളും. യെസ്, അതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ ലൈവിന് വരുമ്പോഴും നിങ്ങൾ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്താ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരിക, ഓരോ സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്ററിലെ. റെഡി, എന്നിട്ടോ നമ്മളോട് ചോദിക്കുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരും. മക്കൾക്ക് മനസ്സിലാകുന്നത് വരെ പറഞ്ഞു തരാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരിക്കലും എന്താ മടിയും കാര്യങ്ങളൊന്നും കാണിക്കരുത്. നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ ഒരു ടൈമിൽ മക്കൾ ഫോളോ ചെയ്യുക. നമ്മൾ ഈ ഒരു എക്സാം ടൈമിൽ, ഓക്കെ, എക്സാം ആകുന്നവരെയുള്ള ഈ ഒരു ടൈം, ഈ ടൈം എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് വേണ്ടിയാണ് പഠിക്കുകയല്ല. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ സാർ ആദ്യം പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക, മറ്റൊന്നുമല്ല. ഈ ഒരു എക്സാമിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ ചെയ്യാൻ പറ്റുക. നിങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തണം, പഠിപ്പിൻ്റെ കേസ് ആയാലും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എല്ലാം. റെഡി, അപ്പോൾ അത് മനസ്സിലാക്കുന്നത് ഈ ഒരു എക്സാമിലൂടെയാണ്. സോ ഈ ഒരു എക്സാമിന് വേണ്ടി മക്കൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെ ആയിരിക്കണം, നല്ല മാർക്ക് കിട്ടുന്ന രീതി തന്നെ ആയിരിക്കണം. അത് മക്കൾ വാങ്ങുകയും ചെയ്യാം. ഓക്കെ, ഈ ഒരു എക്സാമിൽ നല്ല മാർക്ക്, നല്ല ടോപ്പ് സ്കോർ മക്കൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഒരിക്കലും ഒരെക്സാമിനും അതിന് താഴോട്ട് പോയില്ല മക്കൾ. റെഡി, അതിൻ്റെ മുകളിലേക്ക് പോകാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ, അങ്ങനെ നിങ്ങൾ പോവുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം ലൈവിലും ക്ലാസ്സിലൊക്കെ ആയിട്ട്. അതുവരെ ബൈ.